ഇതാണ് സത്യത്തിൽ നടന്നത് എന്ന് ഞാൻ പ്രൂവ് ചെയ്തതാണ്. ആ സിനിമ ഇല്ലെങ്കിൽ ആ കുട്ടിയെ എനിക്ക് ഒരിക്കലും പരിചയപ്പെടാൻ പറ്റത്തില്ല. നമ്മളോട് പറഞ്ഞിരുന്നത് ചില കാര്യങ്ങളുണ്ട്, അത് പുള്ളിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. ഷെയർ തരുന്നില്ല. അതുകൂടാതെ ഈ ബ്യൂറോ ഓഫീസ് വന്നപ്പം നമ്മളോട് മിണ്ടിയില്ല. ഞാൻ ഒരു മോനായി ജനിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചോദിച്ചത് അന്നും എനിക്കിഷ്ടമായിട്ടില്ല, ഇന്നും ഇഷ്ടമായിട്ടില്ല, നാളെയും ഞാനിത് തന്നെ പറയും. നിന്ന് നാണം കെട്ടാലും ചെന്ന് നാണം കെടാൻ ഞാൻ ഒരുക്കമല്ല. അതൊന്നും ചതിയൊന്നും അല്ലെന്നേ, അത് പുള്ളിയുടെ സാഹചര്യങ്ങളായിരിക്കും. നമ്മൾ അങ്ങനെ ചിന്തിച്ച് അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നിക്കാണുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവരൊന്നും വേണ്ടിയിട്ട് ബോധത്തോളം കാലം എന്തെന്ന് സംഭവിക്കാൻ പറയുന്നവൻ പറയട്ടെ, അത് പറഞ്ഞിട്ട് അവനെ പോകുള്ളൂ. നമ്മളോട് നിനക്ക് മടിയിൽ ഘനമില്ലെങ്കിൽ പിന്നെ നീ എന്തെങ്കിലും അറിയിക്കും. ഗുഡ്വിൽ ഡയറീസ് വിത്ത് ജോബി ജോർജ് എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമാ ജീവിതത്തെക്കുറിച്ചും അതുപോലെ ഒരു നിർമ്മാതാവിൽ നിന്ന് മാധ്യമപ്രവർത്തകരോടൊപ്പമുള്ള യാത്രയുടെ വിശേഷങ്ങളെക്കുറിച്ചും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് നമ്മോടൊപ്പം ഇന്ന് ജോബി സാർ ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. സാർ ഒരു ബിസിനസ്സുകാരനാണ്. എല്ലാ സിനിമയ്ക്കും സാധാരണ ഓരോരോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എപ്പോഴും ഉണ്ടാവാറുണ്ട്. മെയിൻ പ്രൊഡ്യൂസറല്ല, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് സാധാരണ കൂടുതൽ ഫണ്ട് ഇറക്കാറ്. പക്ഷേ ഗുഡ്വിൽ സിനിമാസിന് അങ്ങനെ കാണാറില്ല എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ്. പോരാത്തതിന് ഗുഡ്വില്ലിൻ്റെ സിനിമകൾ എവിടെയും സ്റ്റോപ്പ് ആവാറുമില്ല. ഷെഡ്യൂൾ ബ്രേക്ക് അങ്ങനെ കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ സാർക്ക് ശരിക്കും കഴിയുന്നത്? അത് അതിനകത്ത് നിങ്ങൾ ചോദിച്ചതിനകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരിക്കത്തില്ല കേട്ടോ കൂടുതൽ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, കോ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു വേറൊരു ഡെസിഗ്നേഷൻ കൊടുത്തു എന്നല്ലാതെ പ്രൊഡ്യൂസർ തന്നെയാണ് പൈസ ഇറക്കേണ്ടത്. പക്ഷേ പല കാരണങ്ങളാൽ മറ്റുള്ളവരുടെ പൈസകൾ ഉപയോഗിച്ച് സിനിമ പിടിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ പ്രീവിയസ് എക്സ്പീരിയൻസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് നമ്മളൊരാളുമായിട്ട് പാർട്ട്ണർഷിപ്പിന് പോകുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് സ്വാതന്ത്ര്യക്കുറവുണ്ടാകും. ആ സ്വാതന്ത്ര്യക്കുറവ് നമ്മുടെ പ്രോഡക്റ്റിനെ ബാധിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒച്ചയും ബഹളമൊക്കെ വെച്ച് എനിക്കെല്ലാം എല്ലാവരോടും ചോദിച്ച് പെർമിഷൻ മേടിച്ച് ചെയ്യുന്ന പരിപാടി എനിക്കറിയില്ല. രണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നതൊന്നും അങ്ങോട്ട് ശുഭകരവുമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ പാർട്ട്ണർഷിപ്പിന് വേണ്ടാത്തതുകൊണ്ടാണ് നമുക്ക് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും അല്ലെങ്കിൽ കോ പ്രൊഡ്യൂസറൊന്നും വരാത്തത്. ഇനി അതോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില വിവാദങ്ങളിലൊക്കെ വരുന്നത് കൊണ്ട് മനഃപൂർവ്വം ആളുകൾ വരാത്തതാണോ എന്നും നമുക്കറിയില്ല. ഐ ഡോണ്ട് നോ. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു കലാരൂപമാണ്. സിനിമ ഒത്തിരി മുതൽ മുടക്കുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് കൂടുതലുള്ളത് കൊണ്ട് ആ റിസ്ക് ഷോൾഡർ ചെയ്യാൻ 1, 2, 3 പേര് വരുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മൾക്ക് നല്ല രീതിയിൽ നടത്തുവാനും നമുക്ക് നല്ലത് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഷെഡ്യൂൾ ബ്രേക്കോ ഇതൊന്നും ഉണ്ടാകാത്തത് ദൈവകൃപയാൽ നമ്മുടെ പൈസ ഉണ്ടായിരുന്നത് കൊണ്ടും ദൈവകൃപയാൽ നമ്മൾക്ക് കുഴപ്പങ്ങളൊന്നും വരാഞ്ഞത് കൊണ്ടുമാണ്. അല്ലെങ്കിൽ നമ്മളോട് സഹകരിച്ച ഇത് ഒത്തിരി ഘടകങ്ങൾ 100 പേര് കൂടുന്നതാണ് ഒരു സിനിമ സെറ്റ് എന്ന് പറയുന്നത്. ഈ 10 വിരലുകൾക്ക് തമ്മിൽ പോലും വ്യത്യാസങ്ങളുണ്ട്, വ്യതിയാനങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ പല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പലതരം ആളുകൾ, മനസ്സിലായോ? ചിലവർ കള്ളു കുടിക്കും, ചിലവരല്ലാത്ത പല അഭ്യാസങ്ങൾ കാണിക്കും. അങ്ങനെയൊക്കെ സിനിമാ സെറ്റുകളിൽ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾക്കിടയിൽ വരാത്തത് കൊണ്ടാണ് നമുക്ക് ഒറ്റ ഷെഡ്യൂളിലൊക്കെ
തീർക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം പൈസയാണ്. നമ്മൾ നമ്മുടെ പൈസ ഇട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. 2, പ്രകൃതിയും പ്രപഞ്ചവും ദൈവവും ഒക്കെ നമ്മളോട് ഇതുവരെയും നിന്നിട്ടുണ്ട്. നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ജോബി സാർ നേരത്തെ പറഞ്ഞു വിവാദങ്ങളിൽ പെടുന്നു എന്നുള്ളത്. ജോബി സാറ് ശരിക്കും ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് വെയിൽ എന്ന സിനിമയിലൂടെയാണ്. അത് അത്യാവശ്യം വിവാദം ആയതുകൊണ്ട് ആദ്യം എല്ലാവരും അതിലത്തെ നായകനാണ് സപ്പോർട്ട് ചെയ്തത്. പിന്നെ ജോബി സാറിൻ്റെ അന്ന് കൊടുത്ത ഇൻ്റർവ്യൂവിലും ആ കേസ് എന്താണെന്ന് ജനങ്ങൾ മനസ്സിലായപ്പോഴാണ് ശരിക്കും ജോബി സാർ അന്ന് എല്ലാവരും ഇതാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അതിന് ശേഷമാണ് ശരിക്കും ഈ ലഹരി വസ്തുക്കളും സിനിമയിൽ ഉപയോഗിക്കാണ്ട് ഗുഡ്വില്ലിന് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതോ വേറെ വല്ല കാരണമുണ്ടോ? അതിന് ശേഷം ശരിക്കും ആ സിനിമയിലൂടെ എന്താണ് പഠിച്ചത്? അല്ല, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ തരം പഠനങ്ങളിലൂടെയാണ് കടന്നു പോയത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കേരളത്തിൽ നല്ല ലോകത്തിൽ ജീവിക്കുന്ന ഒരാളും പെർഫെക്റ്റ് ഒന്നുമല്ല. ബലഹീനതകളില്ലാത്ത ആരുമില്ല. പിന്നെ ബലഹീനതയില്ല, ഞാൻ പരിശുദ്ധനാണെന്ന് പറയുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ എന്ന് വിശ്വസിക്കുന്നത്. പിന്നെ മോനെ, നേര് നിരങ്ങിയേ വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. നേര് നിരങ്ങിയേ വരത്തുള്ളൂ. അപ്പോൾ സത്യങ്ങൾ അറിഞ്ഞു വരാൻ സമയമെടുക്കും. അതൊരു വിവാദമൊന്നും ഞാനതൊക്കെ വിട്ടു, മനസ്സിലായത് നമ്മുടെ അന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ എന്നേ വിട്ടു. എനിക്ക് പ്രിയപ്പെട്ട ആളാണ് ആ പയ്യൻ. അവൻ്റെ ഫാദർ എനിക്ക് പ്രിയപ്പെട്ട ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുമാതിരിപ്പെട്ട ചെറുതും വലുതുമായ എല്ലാവരുമായി സൗഹൃദവും ചങ്ങാത്തവുമുള്ള ഒരാളാണ്. കാരണം ഞാൻ അവരെയൊക്കെ എൻ്റെ കൂടെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങളൊക്കെ വരും, വിവാദങ്ങളൊക്കെ പോകും. മനുഷ്യരല്ലേ, വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും വിവാദങ്ങൾ തണുപ്പിക്കുന്നതും കെടുത്തുന്നതും എല്ലാം മനുഷ്യൻ്റെ കാലാകാലങ്ങളിലുള്ള ചില കുബുദ്ധികളോ നല്ല ബുദ്ധികളോ ഒക്കെയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന വ്യക്തിയെ അടുത്തറിയാവുന്നവരെല്ലാവരും എന്നോടൊപ്പം ചേർന്ന് നിൽക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാനൊരു സമൂഹജീവി ആയതുകൊണ്ട് ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചാണ് ഓടുന്നത്. ഞാനൊരു സ്വാർത്ഥനോ അല്ലെങ്കിൽ ഞാനൊരു സെൽഫിഷ് മെൻറ്റാലിറ്റിയാണ് ഉള്ള ആളല്ല. ഞാനൊരു സെൽഫിഷ് ആണെങ്കിൽ ഞാൻ വേറൊരു രീതിയിലാണ് നമുക്ക് കൊണ്ടു നടക്കേണ്ടത്. നമുക്ക് നമ്മുടെ സമൂഹത്തോട് ചില പ്രതിബദ്ധതകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ അണ്ണാറ കണ്ണനും തന്നാലാടും എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടാവുമ്പോൾ ഇതുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് വിവാദത്തിലൊന്നും ഞാൻ ഭയപ്പെടുന്നില്ല. എന്ത് വിവാദം വന്നാലും ഐ ആം നോട്ട് വറീഡ്. എനിക്ക് എന്നെ അറിയാം. ഈ വിവാദത്തിൽ അന്നുണ്ടായാൽ ശരിക്കും പറഞ്ഞാൽ ജോബി സാർ അന്ന് വിജയം കണ്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു വ്യക്തിയാണോ ശരിക്കും? അല്ല, ഇത് ജയമോ പരാജയമോ ഒന്നും ഇതിനകത്തില്ലെന്ന്. ഇതന്നെ നമ്മൾ ഫുട്ബോൾ കളി വല്ലതുമാണ്. നമ്മൾ നമ്മുടെ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പോൾ നമ്മളെക്കുറിച്ചൊരു അനാവശ്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ മനോവേദനയാണ്. ഇല്ലേ? നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു പ്രശ്നത്തിൽപ്പെടുമ്പോൾ നിനക്കൊരു വേദനയുണ്ടാവും, ഇല്ലേ? അപ്പം നിന്നെ ഞാൻ കൺവിൻസ് ചെയ്യണം. സി, ഐ ഡോണ്ട് ഡൺ ദിസ് ഇസ് വാട്ട്, ഇതാണ് സത്യത്തിൽ നടന്നത് എന്ന് ഞാൻ പ്രൂവ് ചെയ്തതാണ്. അല്ലാതെ ഇതിനകത്ത് ജയിക്കാൻ വേണ്ടിയൊന്നുമല്ല. ജയമോ തോൽവിയൊന്നും ഇതിനകത്ത്. എത്ര വലിയ ജയിച്ചവനും ഒരു ദിവസം മരിച്ചു പോകത്തില്ലടാ. അല്ലെങ്കിൽ ആ പരീക്ഷയിൽ നമ്മൾ പാസ്സാകാൻ പറ്റണം, ഇല്ലേ? ഞാൻ വരുമ്പോൾ എനിക്കിങ്ങനെ ജയിച്ച് എല്ലാം മേടിച്ച് ഞാനിവിടെ നിൽക്കുകയെന്നില്ലല്ലോ വടവർഷമായി. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ജയമോ തോൽവിയൊന്നുമില്ല. അതൊക്കെ താൽക്കാലികമായ ഒരു സുഖങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കങ്ങനെ ജയവും വേണ്ട, ഇടയ്ക്കൊരു തോൽവിയൊക്കെ ഉള്ളതാണ് നമ്മളെ ചിന്തിക്കാനും അഹങ്കാരിയായി ആകാതിരിക്കാനും നല്ലത്. മനസ്സിലാവും? ഇടയ്ക്ക് നമുക്കൊരു വീഴ്ച വരുമ്പോഴാണ് നമ്മൾ പലതും പഠിക്കുന്നത്. അപ്പോൾ ആ സിനിമയും എനിക്ക് പലതും പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തുള്ള എനിക്കതുകൊണ്ട് ആ സിനിമ കാരണം എനിക്കൊരു ഒത്തിരി പേരെ പരിചയപ്പെടാൻ പറ്റി. ആ സിനിമ കാരണം എനിക്ക് ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് മതി, ഞാൻ പേര് പറയത്തില്ല. ആ സിനിമ കാരണം എനിക്കൊരു കൊച്ചു കൂട്ടുകാരിയെ കിട്ടി. വേറെ ഇതൊന്നുമല്ല, അവളെനിക്കൊരു ഒരു കുഞ്ഞിപ്പെങ്ങളെ പോലെയാണ്. അവളുടെ കല്യാണത്തിന് എന്നെ വിളിച്ച് എനിക്ക് പോകാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് പോകുന്നത്. ആ സിനിമയില്ലെങ്കിൽ ആ കുട്ടിയെ എനിക്ക് ഒരിക്കലും പരിചയപ്പെടാൻ പറ്റത്തില്ല.
മനസ്സിലായോ? ആ കുട്ടിയുടെ കല്യാണത്തിന് ആ കുട്ടി എനിക്ക് അയച്ച മെസ്സേജ് ഞാനൊരു മയിൽപ്പീലി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞാൽ താങ്കൾ ആണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയേണ്ടത്, ഞാൻ വീണ് പോകുമെന്ന് തോന്നുന്നിടത്ത് എന്നെ കൈപിടിച്ച് നിർത്തിയത് നിങ്ങളാണ്. ഞാൻ വീണ് പോകുന്നു എന്ന് പറഞ്ഞിരുന്നിടത്ത് എന്നെ കൈപിടിച്ച് നിർത്തിയത് നിങ്ങളാണ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ വേറൊരു മാനസിക വ്യഥകളിലേക്ക് പോകുമായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നോടൊപ്പം നിന്നു. ഞാൻ പറഞ്ഞു, മോളെ നന്നായി വരട്ടെ, നിന്നോടൊപ്പം ഇനിയും ഞാനുണ്ടാവും. അപ്പം അത് ഓരോ കാര്യങ്ങളും നമുക്ക് പഠനങ്ങളാണ് നമ്മളെ നൽകുന്നത്. ഞാൻ പറയും, എനിക്കെന്തോ ഒരു പ്രത്യേക ദൈവം ഇങ്ങനെയൊക്കെ ചില കഴിവുകളൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പലരെയും അറിഞ്ഞ് നിങ്ങൾ കഥകളിലൂടെ കേൾക്കുന്നത് ഞാൻ അനുഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത. ഈ ഒരു സിനിമയുടെ വിവാദം മാത്രമല്ല എപ്പോഴും ജോബി സാർക്ക് ഉണ്ടായിട്ടുള്ളത്. അത്യാവശ്യം എപ്പോഴും എല്ലാ വർഷവും ഒരു 6 മാസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എപ്പോഴും ഈ റിപ്പോർട്ടർ ചാനലായിട്ടുള്ള വിവാദങ്ങളാണ്. റിപ്പോർട്ടർ ചാനലാണ് ഞാൻ പേഴ്സണലി കണ്ടെടുത്തോളം ജോബി സാറ് കുറച്ച് ചളിവാരി തേക്കാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ്, ആദ്യം റിപ്പോർട്ടർ ചാനലിലെ ഒരു പാർട്ട്ണറായിരുന്നു, പിന്നെ അവിടുന്ന് വിട്ടു വന്നു. അതിൻ്റെ ഒരു പ്രശ്നമാണോ ശരിക്കും അവിടെ നടക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ നല്ല ആൾക്കാരാണ്. എനിക്ക് റിപ്പോർട്ടർ ചാനൽ എൻ്റെ ഒരു സ്ഥാപനം തന്നെയാണ്. എൻ്റെ വിയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അതിപ്പോൾ ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. അവരും എനിക്ക് സുഹൃത്തുക്കളാണ്. അങ്ങനെ ആരും മനഃപൂർവ്വം ഒന്നും ചെയ്യുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ ഈ പറഞ്ഞതുപോലെ വിവാദങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ 6 മാസം കറക്റ്റാവട്ടോ, നിൻ്റെ ഒബ്സർവേഷൻ കറക്റ്റാണ്. എനിക്കും ചിലപ്പോൾ ഞാൻ എന്നാ ഇതിന് മാത്രമൊക്കെ എന്നാ ഞാൻ ചെയ്തേക്കണമെന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അതൊരു കറക്റ്റ് കാര്യം തന്നെയാണ്. പക്ഷേ അത് മനഃപൂർവ്വം ഒന്നും ആയിരിക്കത്തില്ല. ഇതൊക്കെ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഈ മാങ്ങ ഉള്ള മാവിനിട്ട് ആൾക്കാർ എറിയുള്ളടാ. അപ്പോൾ ആ ഏറ് നമ്മൾ ചിലപ്പം ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. മനസ്സിലായോ? എന്നെ എപ്പോഴാണ് ബാധിക്കണമെന്നറിയാവോ? എനിക്കിത് തോന്നുന്നു, ഞാൻ വിവാദങ്ങൾ വന്നു എന്നും പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ തള്ളിപ്പറഞ്ഞാൽ എന്നെ അത് ബാധിക്കും. 75 വയസ്സായ അമ്മ ഈ ലോകം മൊത്തം പറഞ്ഞാലും എൻ്റെ മകൻ മോശമാണെന്നവർ പറയുകയില്ല. അതെൻ്റെ ഒരു കോൺഫിഡൻസാണ്. കാരണം ഞാൻ നല്ലൊരു മകനാണ്. ഇനി ഈ ലോകത്തിന് എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോകത്തില്ല. എൻ്റെ 3 മക്കളും എൻ്റെ പപ്പ എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധമുള്ള, ഞാനുമായി ഇമ്മീഡിയറ്റ് റിലേഷൻ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇനി അപ്പം അതുകൊണ്ട് ഇവരൊന്നും എന്നെ ഇട്ടിട്ട് പോകത്തിടത്തോളം കാലം എന്ത് സംഭവിക്കാൻ? പറയുന്നവൻ പറയട്ടെ, അത് പറഞ്ഞിട്ട് അവനങ്ങ് പോകുള്ളൂ. നമ്മളോട് നിൽക്കും. നിനക്ക് മടിയിൽ ഘനമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ പേടിക്കുന്നേ? സാറിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം അമ്മയാണെന്ന് ഇപ്പോൾ സാറിൻ്റെ പറച്ചിലിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ മീഡിയക്കാർ എപ്പോഴും മറ്റുള്ളവരെ ചെളിവാരി തേക്കുന്ന ന്യൂസുകളാണ് എപ്പോഴും പറയാറുള്ളത്. എല്ലാവർക്കും അമ്മമാരുണ്ട്. അപ്പോൾ ഈ മീഡിയക്കാർക്ക് ഒരു മനസാക്ഷി ഇല്ല എന്നുള്ളത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഒരു മോനെ, എല്ലാവരും ഒരമ്മയിൽ നിന്ന് എനിക്ക് അമ്മയും അച്ഛനും ഇഷ്ടമാണ്. മനസ്സിലായി. പിന്നെ അമ്മയോട് കൂടുതൽ അത് എങ്ങനെയാണെന്നില്ല, അതൊരു ജനറ്റിക് ഇതാണ് എനിക്ക് തോന്നുന്നത്. ആൺകുട്ടികൾക്ക് അമ്മമാരോടൊരു ശകല ഇഷ്ടം കൂടുതലുണ്ടാവും. പെൺകുട്ടികൾക്ക് അപ്പനോടൊരു താല്പര്യം ഇച്ചിരി കൂടുതലുണ്ടാവും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങനെയൊന്നും ഇല്ലടാ, മീഡിയക്കാർ നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഇതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ ആണ്. നമ്മളിൽ ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം കടന്നു വരികയും നമ്മളിൽ അറിയാതെ ഞാനെന്ന ഭാവം വരികയും നമ്മളിൽ ഈ അസൂയ, വൈരാഗ്യ ബുദ്ധിയൊക്കെ വരുമ്പോഴാണ് അവനോടൊരു പണി കൊടുക്കാം എന്ന് പറയണം. പക്ഷെ അതൊക്കെ മാറും. ഇനി അങ്ങോട്ട് വലിയ താമസമില്ലാതെ മീഡിയ എല്ലാം വേറൊരു തലത്തിലേക്ക് വളരുന്ന കാലം അതിവിദൂരമല്ല. ഇത് ആരിത് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏത് രീതിയിലുള്ള ഒരു വളർച്ചയാണ് ഇപ്പോൾ കാണുന്നത് ശരിക്കും? അല്ല, ഏത് വളർച്ച എന്ന് പറഞ്ഞാൽ ഈ മീഡിയയുടെ വളർച്ച വേറൊരു രീതിയിലല്ലേ മീഡിയ പൊക്കോണ്ടിരിക്കുന്നത്. മീഡിയ എല്ലാം ഫോണിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു.
ഇപ്പം എത്ര പേര് ടി വി വെച്ച് ഞങ്ങളുടെ വീട്ടിലൊരു 100 ഇഞ്ചിൻ്റെ ടി വി ഉണ്ട്. പ്രത്യേകതരം 10-30 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചതാണ്. അതൊന്നും ആരും ഓണാക്കാറ് പോലുമില്ല. ഇപ്പം എല്ലാവരും മൊബൈൽ ഫോണിൽ കാണുന്ന ആണ്. അവിടെ ആ യൂത്തിന് എന്താണ് ആവശ്യം, അതൊക്കെയാണ് ആളുകൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് മീഡിയയൊന്നും ഇനിയും അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മൾ മീഡിയയൊക്കെ നടത്തുന്നതുകൊണ്ട്. സിനിമ എന്ന മേഖലയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു മേഖലയാണല്ലോ മാധ്യമ പ്രവർത്തനം. അപ്പം ഈ ഒരു നിർമ്മാതാവായി വലിയ വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തികച്ചും വ്യത്യസ്തമായ ഈ മാധ്യമ രംഗത്തേക്ക് സാറ് കടന്നു വരാനും ഇതേപോലെ ഒരു മാധ്യമ സ്ഥാപനം ഇടാനും സാറിനെ പ്രേരിപ്പിച്ച ഘടകം എന്തൊക്കെയാണ്? അങ്ങനെയൊന്നുമില്ല. മാധ്യമം സ്ഥാപനം നടത്തി കേരളം നന്നാക്കാൻ വേണ്ടിയോ ജോബി ജോർജിനെ നന്നാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ജോബി ജോർജിനെ എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, പേഴ്സൺ ടു പേഴ്സണാണ്. ഇപ്പോൾ 2017 എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, മനസ്സിലായോ, എനിക്കിപ്പോഴും പ്രിയപ്പെട്ട ആളാണ് നികേഷ് കുമാർ. ഞാൻ ആരോടും ഇന്നുവരെ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ആരും അതിൻ്റെ റിയാലിറ്റി എന്നോട് ചോദിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എം പി നികേഷ് കുമാർ. എം പി നികേഷ് കുമാറിൻ്റെ ഭാര്യ റാണി ചേച്ചി, റാണി എനിക്കൊരു കുഞ്ഞു പെങ്ങളെ പോലെ തന്നെയാണ്, എൻ്റെ ഒരു ചേച്ചിയെ പോലെയാണ് ഞാൻ കരുതുന്നത്. അവരെ ഇപ്പോൾ ഇത് കുറേ നാളായിട്ട് കണ്ടിട്ടില്ലല്ലോ, അല്ലെ അവരെന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വെച്ചു. നികേഷിനെ വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പം നികേഷ് കുമാർ ഇന്ത്യ വിഷനിൽ നിന്ന് പോരുന്ന കാലത്ത് ഒരു പ്രശ്നം വരികയും ഒരു സുപ്രഭാതത്തിൽ എന്നോട് റിപ്പോർട്ടർ ചാനലിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ അന്നത്തെ കാലത്ത് പൈസ കൊടുക്കുകയും ആ പൈസ കൊടുത്ത് നമ്മളത് റിപ്പോർട്ടർ ചാനൽ നോക്കുമ്പോഴത്തേന് നമ്മളോട് പറഞ്ഞിരുന്നത് ചില കാര്യങ്ങളുണ്ട്. അത് പുള്ളിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. അതൊന്നാമത്തെ കേസ്. രണ്ടാമത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ് സിംഗപ്പൂർ സാധനം മേടിക്കാൻ പോയത്. ഞാൻ സിംഗപ്പൂരിൽ ഒരു ലോഡ്ജിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഹോട്ടലാണ്, വലിയ ഹോട്ടലൊന്നുമല്ല. ഞാൻ എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു മുറിയിൽ, എനിക്കെപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ ഈ ഒരു മോനാണ്, എനിക്കൊരു മുറി, എൻ്റെ പ്രൈവസി വലുതാണ്. പക്ഷെ ഞങ്ങളന്ന് ഒന്നിച്ചാണ്, അത്രയ്ക്ക് എനിക്ക് അടുപ്പമാണ്. അദ്ദേഹത്തിനും എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞു കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്ത് പിന്നെയും പാർട്ട്ണർമാർ വന്നു. അതിനകത്ത് അസറ്റ് ഹോംസിൻ്റെ അവരുണ്ടായിരുന്നു, പിന്നെ ലാലിയ എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് വെച്ചാൽ, ഞാനാണ് അദ്ദേഹത്തെ മമ്മൂക്കയുടെ വീട്ടിൽ കൊണ്ടുപോയി മമ്മൂക്കാനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. MD വാസുദേവൻ നായരായിരുന്നു ഞങ്ങളുടെ ചെയർമാനാക്കിയ കാലത്ത്. മമ്മൂക്കയുടെ വീട്ടിൽ നിന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മമ്മൂക്കാനെ പരിചയപ്പെടുത്തി കൊടുത്ത് ഞങ്ങൾ കൈയൊക്കെ കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോന്നു. പിന്നെ ഇതിൻ്റെ ലോഗോ പ്രകാശനം ഒരു ഹോട്ടലിൽ വെച്ചാണ് നടത്തിയത്. ഞാൻ കേരളത്തിൽ സൂട്ടിടാത്ത, ഞാൻ സൂട്ട് വിട്ടാണ് പോയത്. എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട, സൂട്ടിട്ടത് വെറുതെയായെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്താൽ ഈ ഷെയർ എഴുതി തരത്തില്ല. അങ്ങനെ ഷെയർ തരാതാകുമ്പോൾ ഈ ലാലിയ എന്നെ വിളിക്കും, നിങ്ങൾക്ക് കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി നിങ്ങൾ ചോദിക്കുക, എനിക്ക് തന്നിട്ടില്ല, എനിക്ക് ഇത് എഴുതി തരണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവസാനം ചേച്ചി പുള്ളിക്കാരിയാണ് ഇനിഷ്യേറ്റ് എടുത്താണ് ആദ്യമായി ഡയറക്ടർ എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് വിസിറ്റിംഗ് കാർഡ് അടിച്ചു തരികയാണ്. അപ്പോഴും ഷെയർ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി ഓരോ കഴിവുകളും അറിയാണ്. ഇതിന് ശേഷം അപ്പം മോൾ ചോദിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞാനൊരു മുടിഞ്ഞ ആരാധകനായിരുന്നു ഒരു കാലത്ത് MV നികേഷ് കുമാറിൻ്റെ. MV നികേഷ് കുമാറിൻ്റെ ചില ആശയങ്ങൾ എനിക്കിഷ്ടമായിരുന്നു. അല്ലാതെ റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയിട്ട് കേരളത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അതൊന്നും എനിക്കറിയില്ല. ഞാനൊരു കച്ചവടക്കാരനാണ്, എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടും, മനസ്സിലായോ? ഇപ്പം ഞാൻ 2 കോടി രൂപ മുടക്കിയാൽ കുറച്ച് കഴിഞ്ഞ് ഇത് കൊടുത്താൽ 2.5 കോടി കിട്ടുവാണെങ്കിൽ അതാണ് നമുക്ക് ലാഭം. അത് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് എനിക്കിഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു സുന്ദര കുട്ടപ്പനാണ്. അദ്ദേഹത്തിൻ്റെ ചില ചടുലമായ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമായിരുന്നു.
അതാണ് അതിലേക്ക് ആകർഷമായത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം അതിനുശേഷം അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ കോട്ടയത്ത് ബ്യൂറോ ഓഫീസ് തുടങ്ങി. ഈ ഷെയർ തരുന്നില്ല. അതുകൂടാതെ ഈ ബ്യൂറോ ഓഫീസ് തുറന്നപ്പം നമ്മളോട് മിണ്ടിയില്ല. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്ഥാപനത്തിൻ്റെ ബ്യൂറോ ഓഫീസ് കോട്ടയത്ത് തുറക്കുമ്പം, കോട്ടയം ടൗണിൽ തുറക്കുമ്പോൾ നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ഇൻസൾട്ടായി മാറും എന്നാണ്. അത് നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫാദറിനോട് ഞങ്ങൾ കോട്ടയം ടൗണിൽ ഞങ്ങൾക്ക് ഒരു വീട് അവിടെ താമസിക്കാം. അതിൻ്റെ നേരെ പുറകിൽ ബോബൻ തോപ്പിൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ ഒരു സമന്വിതനായ നേതാവുണ്ട്. ബോബൻ ചേട്ടൻ വിളിച്ചിട്ട് എൻ്റെ ഫാദറിനോട് പറഞ്ഞു, എടോ നിങ്ങളുടെ മോൻ ഇൻവെസ്റ്റ് ഉള്ള റിപ്പോർട്ടർ ചാനലിൻ്റെ ബ്യൂറോ ഓഫീസർ നിങ്ങളെ വിളിച്ചില്ലേ എന്ന് ചോദിച്ചു. അത് വീട്ടിൽ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമുക്കൊരു സങ്കടമുണ്ടാക്കിയ കേസ്. ഞാൻ ലണ്ടനിൽ നിന്ന് നികേഷിനെ വിളിച്ചു. അയ്യോ ഞാൻ മറന്നുപോയേ എന്ന് പുള്ളി പറഞ്ഞു. ഒറ്റ വാക്കിൽ പുള്ളിയെ പറഞ്ഞു. അപ്പോഴും നോ പ്രോബ്ലം, മറവി നമുക്കെല്ലാം ഓർത്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ രണ്ടാമത് അദ്ദേഹം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് അറ്റ് ദ സെയിം ടൈം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ ആനക്കൊമ്പ് വിവാദം ഉണ്ടായത്. ആനക്കൊമ്പ് വിവാദമുണ്ടായപ്പോൾ ലാലേട്ടനെ കുറിച്ച് എന്തൊക്കെയോ ഇവർ വെച്ചടിക്കുന്നുണ്ട്. അപ്പോൾ ആ അടിക്കുന്ന ലാലേട്ടനെ കുറിച്ച് എന്തൊക്കെയോ അടിക്കുമ്പോഴത്തേന് ഈ വീട് കാണിക്കുന്നത് മൊത്തം പനമ്പള്ളി നഗറിലെ മമ്മൂക്കയുടെ വീടിനകത്തോട്ടാണ് ക്യാമറ ഇരിക്കുന്നത്. മനസ്സിലായോ? അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഉടനെ നികേഷിനെ വീണ്ടും ലണ്ടനിൽ നിന്ന് വിളിച്ചു. നിങ്ങളെ കൊണ്ട് പരിചയപ്പെടുന്നത് ഞാനല്ലേ, നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ തുടങ്ങിയ സ്ഥാപനത്തിന് ആ മനുഷ്യനെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? അതായത് എൻ്റെ നോട്ടത്തിൽ 100% നൂല് കെട്ടി നൂലെ കൊണ്ട് നടക്കുന്ന ആളാണ് മമ്മൂക്ക. ഒരു വിവാദം എന്ന് കണ്ടാൽ വഴിയേ പോലും പോയില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ഞാനത് പറഞ്ഞു, ചേട്ടാ സോറി, ഇനി അതുണ്ടായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ 3 ഇൻസിഡൻ്റായി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ നമ്മൾ ഈ ഫോൺ ഓഫ് ചെയ്യാത്തതുകൊണ്ട് രാവിലെ കുണുന്ന് എൻ്റെ ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. വെളുപ്പിന് 5 മണിക്കൂർ വ്യത്യാസമുണ്ട് ലണ്ടനുമായിട്ട്. നോക്കുമ്പം സിബി പുത്തേത്ത്, കൊച്ചു സിബി, ഞങ്ങൾ കൊച്ചു സിബി എന്ന് വിളിക്കുന്നത് പാലായിലുള്ള പുത്തേത്ത് സിനിമാസൊക്കെ അവരാണ് ഇപ്പം നടത്തുന്നത്. സിബി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ചാനലായതുകൊണ്ടാണ്, ഇല്ല ഞങ്ങൾ പാലായിൽ നിന്ന് പോയി റിപ്പോർട്ടർ അടിച്ചു പൊളിക്കും, ഭയങ്കര പ്രശ്നമായി. ഞാൻ വിചാരിച്ച ഓർക്കുന്നത് എന്നാ സംഭവം, എന്നാ കാര്യം എന്നാന്ന് പറ. അപ്പോൾ എന്നോട് സിബിയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. സിബി എന്ന് പറഞ്ഞാൽ വേണു ബാലകൃഷ്ണൻ അന്ന് റിപ്പോർട്ടർ ചാനലിലാണ്. വേണു ബാലകൃഷ്ണൻ ഒരു ഇൻ്റർവ്യൂ ക്ലോസ് ദ പോയിൻ്റ് എന്തോ ഭണ്ഡാരത്തിൽ മാണി സാറിനെ ഇൻ്റർവ്യൂ എടുക്കുകയാണ്. മാണി സാറിനെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ മാണി സാറിനോട് അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ ജോസ് കെ മാണി ഒരു കഴിവില്ലാത്ത MP ആണ് എന്ന് പറയുന്നത് ശരിയോ തെറ്റോ? എൻ്റെ ഓർമ്മ കടച്ചു ഞാൻ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ യൂട്യൂബിൽ വേണമെന്ന് അടിച്ചു നോക്കിക്കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരിക്കലും വേണു ബാലകൃഷ്ണൻ അത് ചോദിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അന്നും ഇന്നും എന്നും. അത് ഞാൻ വേണു എനിക്ക് പ്രിയപ്പെട്ട ആളല്ലേ, വേണു ബാലകൃഷ്ണൻ എനിക്ക് പ്രിയപ്പെട്ട ആളാണ്. വേണു ബാലകൃഷ്ണൻ വന്നിട്ടാണ് യൂട്യൂബ് തുടങ്ങിയത്. അത് പിന്നെ അടുത്ത കാര്യങ്ങൾ പറയാം. അപ്പോൾ വേണു ബാലകൃഷ്ണൻ എനിക്ക് പ്രിയപ്പെട്ട ആളാണ്, അതുകൊണ്ട് എനിക്ക് പറയുന്നതിനെ വേണു ബാലകൃഷ്ണൻ അങ്ങനെ ചോദിച്ചത് അന്നും എനിക്കിഷ്ടമായിട്ടില്ല, ഇന്നും ഇഷ്ടമായിട്ടില്ല, നാളെയും ഞാനിത് തന്നെ പറയും. കാരണം താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ ഒരു മകനെക്കുറിച്ച്, ഇനി മകൻ ഇച്ചിരി മോശമായാലും ഒരപ്പനോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇതാണ് എൻ്റെ ഇത്. അതും പരസ്യമായിട്ട് ചോദിക്കാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ മകനൊരു തെറ്റ് ചെയ്താൽ നിങ്ങളൊരു 8-4 പൊട്ട എന്നെ വിളിച്ച് പറയേണ്ടത് മാറ്റി ചോദിച്ചേട്ടാ നിങ്ങളുടെ മോനൊരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, നമുക്ക് നോക്കണ്ടേ എന്ന് വേണേൽ പറയാം. അതിനകത്തൊരു ഉദ്ദേശശുദ്ധിയുണ്ട്. ഇത് ശരിയല്ല. അത് കൊച്ചു സിബി പറയുന്നതിനകത്ത് കാര്യമുണ്ട്. എന്നെ വെളുപ്പിനെ ഏൽപ്പിച്ച് ഞാൻ നികേഷിനെ വിളിച്ചു, നികേഷ് ഇത് ചെയ്യരുത്, അത് തെറ്റാണ്, എനിക്കത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഓർക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ആ സമയത്ത് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ HR മാനേജർ, HR കോർഡിനേറ്റർ നിഷയാണ്, നിഷ ചേച്ചിയാണ്, അതായത് ജോസ് കെ മാണിയുടെ ഭാര്യ. അപ്പോൾ ഈ പണി ചെയ്യാൻ പാടുണ്ടോ? അത് തെറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ശരിയായില്ല. ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ നികേഷിനെ കാണാൻ ചെന്നു.
എന്നിട്ട് പറഞ്ഞു, ചേട്ടാ നമ്മളെ ഒന്നും ശരിയായില്ല, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടം, ഞാൻ ആ പിള്ളേരെയൊക്കെ തോളയിട്ട് നടന്നിട്ടുള്ളതാണ്. എനിക്ക് ഇപ്പോഴാകെയുള്ള സങ്കടം, ഞാൻ നികേഷ് വല്ലപ്പോഴൊക്കെ വിളിച്ചു വന്നു, ഇപ്പോൾ വിളി നിർത്തി. 1, 2 എനിക്ക് റാണി ചേച്ചീനെ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ സങ്കടം. കാരണം നമുക്കൊരു പെങ്ങളെ കിട്ടുക, ഒരു കുടുംബം ഉണ്ടാകുക, ഒരു സൗഹൃദം ഉണ്ടാകുക, ആ സൗഹൃദം സം റീസൺ പോവുക എന്ന് പറയുന്നത് എല്ലാ വേർപാടുകളും നമുക്ക് വേദനകളാണ്. എല്ലാ വേർപാടുകളും നമുക്ക് വേദനകളാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അസ്ന, അവൾ കല്യാണം കഴിക്കാൻ പോവാണ്. പക്ഷെ എനിക്കതൊരു വിങ്ങല, ഇത്രയും നാൾ അവളോടെ ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബം ഒരാളല്ലേ. അപ്പം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ഒരു മോനായി ജനിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പം എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, നികേഷ് നമ്മൾ തമ്മിൽ ഇനി ശരിയായില്ല, സ്വരം നന്നായിരിക്കുമ്പോൾ നമുക്ക് പാട്ട് നിർത്താം. അതുകൊണ്ട് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, സെപ്റ്റംബർ 7. ഞാൻ തന്ന പൈസ വിത്ത് ബാങ്ക് ഇൻട്രസ്റ്റ് എനിക്ക് നാളെ കിട്ടണം, ഇല്ലെങ്കിൽ നാളെ മുതൽ ഞാനിവിടെ വന്ന് വാർത്ത വായിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് എൻ്റെ പൈസ തന്നു. കൃത്യം സെപ്റ്റംബർ 7 11 മണിയായപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം കാണിക്കാം. ഇൻഡോ ഏഷ്യൻ ചാനലിൽ നിന്ന് എൻ്റെ പൈസ വന്നു. ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങൾക്ക് സൗഹൃദത്തിനൊരു കുഴപ്പമില്ല, ഞങ്ങൾ തമ്മിൽ യോജിക്കാൻ പറ്റിയില്ല, ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. അതിനെന്നാ തെറ്റിരിക്കുന്നത്? അത് കഴിഞ്ഞ് അവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായെങ്കിലും ആർക്ക് പൈസ ഇല്ല, എനിക്ക് പൈസ തന്നു. എനിക്കത് പറയാതിരിക്കാൻ നിർവാഹം. ഞാൻ കൊടുത്ത പൈസ പലിശ ഉൾപ്പെടെ എനിക്ക് തന്നു ആ മനുഷ്യൻ. അത് മാത്രമല്ല, എനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം. നീ പറഞ്ഞ വിവാദം, ഒരു വിവാദത്തിൽപ്പെട്ടപ്പം അദ്ദേഹം വളരെ മാന്യമായിട്ട് നമ്മളുടെ പേര് പോലും പരാമർശിച്ചില്ല അവിടെ. ഇപ്പം വന്ന് അത് പോട്ടെ, ഇപ്പോഴത്തെ ആളുകളുടെ കാര്യം പിന്നെ പറയാം, അത് വേറെ വലിയ എപ്പിസോഡുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ നടന്നതാണ്. എനിക്ക് നികേഷ് കുമാറിനോട് അന്നും ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടം. കാരണം നികേഷ് കുമാർ എനിക്ക് പേഴ്സണലിൽ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. ആകെ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ എന്തുകൊണ്ട് റിപ്പോർട്ടർ ചെയ്ത് പോകുന്നു, റിപ്പോർട്ടറിൽ എന്തിനു കൂടിയെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു സഹോദരനോടൊപ്പം ഞാൻ കൈ കൊടുത്തതാണ്, സഹായിക്കാൻ കൊടുത്തതാണ്. എന്തുകൊണ്ട് റിപ്പോർട്ടർ പോകുന്നു എന്നുള്ളത് ഇതാണ്, അല്ലാതെ ഇതൊരു വലിയ സംഭവമായിട്ടൊന്നുമല്ല. എനിക്ക് നികേഷിനോട് ആകെപ്പാടെ, നികേഷിൻ്റെ ആശയങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ സിംഗപ്പൂർ മുസ്തഫ ട്രേഡ് നടക്കുമ്പോൾ പുള്ളി, ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ കണ്ണൂർ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞ ഇപ്പോഴും എൻ്റെ ചെവികളിലുണ്ട്. എൻ്റെ വീട് കത്തിച്ചവിടത്ത് ഞാൻ വീട് പണിയും, അതിനൊരു പ്രതികാരങ്ങൾ ചെയ്ത് ഞാൻ അവിടെ താമസിക്കും എന്നൊക്കെ പുള്ളി എന്നോട്. പക്ഷേ പുള്ളി പറയുന്ന ആശയങ്ങളൊക്കെ, പുള്ളിയുടെ പല ആശയങ്ങളും അല്ല പുള്ളി ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഞാൻ പുള്ളിയുടെ ആരാധകനാണ്, ഇന്നും അതെ നാളെയും അതെ. അത് എവിടെ വെച്ച് കണ്ടാലും ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിക്കും എന്ന ആളാണ്. പക്ഷെ പുള്ളി എന്നെ വിളിക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു പ്രശ്നമുണ്ട് മോനെ, ഈ നിന്ന് കെട്ടാലും ചെന്ന് കെടാൻ എനിക്ക് താല്പര്യമില്ല. നിന്ന് കെടാൻ ഞാൻ ഒരുക്കമാണ്, ചെന്ന് കെടാൻ ഞാൻ ഒരുക്കമല്ല. നിനക്ക് എന്നാന്ന് മനസ്സിലായോ? ബുദ്ധിയുണ്ടോ, ബോധമുണ്ടോ? ഇല്ല. നിന്ന് നാണം കെട്ടാലും ചെന്ന് നാണം കെടാൻ ഞാൻ ഒരുക്കമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ല. പുള്ളി വിളിക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കും, പുള്ളി പോകണം, അത്രയേ ഉള്ളൂ കേസ്. ഇതാണ് റിപ്പോർട്ടർ ചാനൽ ആയിട്ടുള്ള ഇടപാട്. അപ്പോൾ അല്ലാതെ നമ്മളൊരു അതുകൊണ്ട് വലിയ കാശുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇതാണ് എൻ്റെ റിയാലിറ്റി. ഈ 4 കാരണം കൊണ്ടാണ് അവിടുന്ന് പോരുന്നത്. ഒരു പക്ഷേ അത് നന്നായി എന്ന്. ഇനി യൂടോക്ക് തുടങ്ങിയതിൻ്റെ കാര്യം അത് പിന്നൊരു ദിവസം പറയാം. യൂടോക്കിലേക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ, അതൊരു വലിയ കഥകളാണ്. സിനിമയിൽ നമ്മൾ കഥ വിൽക്കുന്നു, മാധ്യമങ്ങൾ നമ്മൾ സത്യം വിൽക്കുന്നു എന്നാണല്ലോ. അപ്പോൾ ഈ 2 വിപരീത ധ്രുവങ്ങളിലുള്ളൊരു മേഖലയെ സാർ എങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നു? മാധ്യമങ്ങളെല്ലാം സത്യമാണോ വയ്ക്കുന്നത്? ഇന്നങ്ങനെയല്ല. കണ്ടോ, ഇന്നങ്ങനെയല്ല. അങ്ങനെ ഇതെല്ലാം കച്ചവടമായി, എല്ലാം കച്ചവടമായി മാറി. പിന്നെ സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക, ഒരു കഥ, അതിലൊരു സ്പാർക്കെങ്കിലും ആരുടെയെങ്കിലും ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും. ആരുടെയെങ്കിലും ജീവിതത്തിൽ നടന്ന ഒരു സ്പാർക്കിനെ ഡെവലപ്പ് ചെയ്താണ് സിനിമയായി വരുന്നത്. മനസ്സിലായോ? പിന്നെ ചാനലുകളെല്ലാം നഷ്ടത്തിലാണ് ഇവിടെ പോകുന്നത്. കേരളത്തിലെ എല്ലാ ചാനലുകളും നഷ്ടത്തിലാണ് പോകുന്നത്. അത് മറ്റുള്ള താല്പര്യങ്ങൾ കൊണ്ട്
ചില സമ്പന്നർ അത് കൊണ്ട് നടക്കുന്നതല്ലാതെ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും നഷ്ടത്തിലാണ് പോകുന്നത്. ഒരു സംശയവും വിചാരിക്കേണ്ട. അപ്പം അതുകൊണ്ട് സത്യമാണോ നുണയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ പേഴ്സൺ ടു പേഴ്സണാണ്. സാറിന്റെ മാധ്യമ സ്ഥാപനത്തിൽ സത്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കാവൂ എന്ന് ഒരു കർക്കശമുള്ള ആളാണോ സാറ്? ഞാനത് നമ്മളിവിടെ ആരെക്കുറിച്ചും നെഗറ്റീവ് പറയരുത്. നമുക്ക് എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് ചിലപ്പം വ്യൂസും ലൈക്കും ഒക്കെ കുറവായിരിക്കും. നമുക്ക് വ്യൂസും ലൈക്കും ഒക്കെ കുറവാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു മാസം പോലും ശമ്പളം തരാതിരുന്നിട്ടില്ല. ഞാൻ മുട്ടൻ പണിയെടുത്തിട്ടായാലും നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ട്. ഇവിടെ വ്യൂസ് കുറവാണ്, ലൈക്ക് കുറവാണ്, ഷെയർ കുറവാണ്. അതുകൊണ്ട് ദയവായി എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ കൊടുക്കുക. ഞങ്ങൾ പാവങ്ങളുടെ വള്ളംകളിയാണ്, അല്ലാതെ ഇപ്പം എന്നാ പറയണേ. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരുന്നുണ്ട്. നിങ്ങൾ ഈ സ്ഥാപനം വളർത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഗുണമല്ല, എനിക്കിതുകൊണ്ടൊരു ഗുണവുമില്ല. ഇതിപ്പോൾ നിങ്ങൾ എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ അല്ലെങ്കിൽ ഞാൻ ഈ വഴി പോലും വരത്തില്ല. ഇവിടെ പ്രഗത്ഭന്മാർ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഞാൻ ഈ ഫ്ലോറിൽ പോലും കയറിയിട്ടില്ല. അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇത്. എനിക്കൊന്ന് നടന്നു പോയാൽ മതി. മനസ്സിലായോ? അപ്പം നമ്മൾ പിന്നെ ഓരോന്ന് പഠിക്കുകയാണ്. മനസ്സിലായോ? ഇന്നിപ്പം ആരോ പറഞ്ഞത് കണ്ട് ലൈക്കും കമൻറ്റും അല്ല, വേറെന്തോ ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ട്. അതുകൂടാതെ സജഷൻ അതും ഞെക്കണമെന്നാണ് പറയണേ. എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സജഷൻ ഞെക്കിക്കോ. ജോബി സാർ പൊതുവെ ഇത്രയും നേരം പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായത് ബിസിനസ് വേറെ വ്യക്തികൾ വേറെയായിട്ട് കാണുന്നത്. ഏറ്റവും ആരാധിച്ച ഒരുത്തനാണ് നികേഷ്. ഒരുത്തനെന്ന് പറയരുത്, ഒരാള്. ബഹുമാനം കളയരുത്. നിന്നെ മലയാളം ഞാൻ പഠിപ്പിക്കാം. ഓക്കെ. ഏറ്റവും ആരാധിച്ച ഒരു വ്യക്തി തന്നെ സാറ് ചതിച്ചു എന്ന് സാർക്ക് ആ ഒരു ആദ്യത്തെ നിമിഷം ഒന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാർക്ക് എങ്ങനെ അത് ഫീൽ ആയിട്ട്? അതൊന്നും ചതിയൊന്നും അല്ലെന്നേ. അത് പുള്ളിയുടെ സാഹചര്യങ്ങളായിരിക്കും. നമ്മൾ അങ്ങനെ ചിന്തിച്ച് അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നിക്കാണുമായിരിക്കാം ഈ ചാനൽ അങ്ങ് വലുതായി കഴിയുമ്പം അപ്പോഴും ഇത് മതിയല്ലോ. പുള്ളിക്ക് വലിയ ചിലപ്പോൾ ഒരു കോർപ്പറേറ്റ് വന്ന് ഒരു 1000 കോടി രൂപ ഓഫർ ചെയ്തു. അപ്പോൾ ഷെയർ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പുള്ളിക്കാരന് വേണമെങ്കിൽ അപ്പോഴും ഈ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ പോക്കോ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പേരുകൾ കൊടുക്കാൻ അങ്ങനെ ചിന്തിച്ചെങ്കിലോ? സമ്പന്നനാകാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവർക്കും ദരിദ്ര കുഴി കിടക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാര്യമുണ്ടാകുന്ന കേട്ടോ. പണം എല്ലാവർക്കും. ഈ പടം വേണ്ടാന്ന് പറയുന്നവനൊക്കെ ചുമ്മാ നമ്മൾ പറഞ്ഞു. എല്ലാവർക്കും ദേ ഓൾ വാണ്ട് മണി ടു ലീവ്, ടു പ്രൊട്ടക്ട്, ടു സേവ് ദ നേഷൻ ഓർ സേവ് ദ ഫാമിലി, വാട്ട് എവർ. പണം ഇമ്പോർട്ടൻ്റ് അതായിരിക്കും. അതുകൊണ്ട് ചതിയെന്നൊന്നും പറയണ്ട, അങ്ങനെയൊന്നും പറയണ്ട. അന്നത്തെ കാലത്ത് ഞാൻ അങ്ങനെയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരാളെയും ഈ കരുത്തി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സത്യങ്ങൾ പറയുമ്പോൾ നമ്മളിങ്ങനെ ഇത് സത്യമായിട്ട് പറയണം. ഇത് ഞാൻ അവരെ സഹായിക്കാൻ ചെയ്തതല്ലേ. എനിക്ക് എന്നെ കുഴപ്പമിരിക്കുന്നത് എനിക്കൊരു കുറച്ച് നാൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഡയറക്ടറായിരുന്നു. പക്ഷെ എനിക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ. എനിക്ക് നഷ്ടം വരാത്തിടത്തോളം കാലം അദ്ദേഹം എനിക്ക് പ്രിയപ്പെട്ട ആളല്ലേ. എനിക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ തന്നത്. പക്ഷെ പോരായ്മകളാണ് ആ 4-5 കാരണങ്ങൾ. എന്താണ് പോകുന്നത്? ഇത്രയേ ഉള്ളൂ. ഓക്കെ. അതെന്നാ ഷെയർ വാങ്ങിയതിന് ശേഷമാണോ എനിക്കൊരു സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങണം, അതുകൊണ്ടാണ് യു ടോക്കിലേക്ക് സാറ് എത്തിയത്? ഒരിക്കലല്ലേ. പിന്നെ ഇനി മേലിൽ ഈ പരിപാടിക്ക് പോകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എന്നിട്ട് എങ്ങനെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തി? അല്ല, ഇത് മാത്രം പറഞ്ഞു നിർത്താം. അത് കഴിഞ്ഞ് ബാക്കി. അതായത് എന്നെ കൊറോണയ്ക്ക് ശേഷം 3 പേരെന്നെ കാണാൻ വരികയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, വേണു ബാലകൃഷ്ണൻ, PK പ്രകാശ്. ഈ 3 പേരുടെ വന്നിട്ട് നമുക്കൊരു ചാനൽ തുടങ്ങണം, ഞങ്ങളത് എക്സിക്യൂട്ട് ചെയ്തോളാം. എന്നെ ബ്രോ എന്നാണ് ജോബിയുടെ ബ്രദർ ബ്രോയും വെച്ചിട്ട് ബ്രോ എന്നാണ് വേണു ബാലകൃഷ്ണൻ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആ ബ്രോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് അത് കൃത്യമായി ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത്.
അത് നമുക്കൊരു വലിയ അത് എപ്പിസോഡുകളായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അത് വിട്ടേക്ക്, അതൊക്കെ പോയ വണ്ടിക്ക് കൈ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർ വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവർ ഭയങ്കര കോയിൻസിഡൻറ്റ്, അവർക്ക് 3 പേർക്കും ഓരോ പെമ്മക്കളാണ്, കുട്ടികളാണ്. ഞങ്ങൾക്ക് പിള്ളേരൊക്കെ ആയി, പണികളൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഉള്ള സൗകര്യത്തിൽ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് പറ്റത്തില്ല എന്ന് പറഞ്ഞു, നമുക്ക് വലുതാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത്രയും വലിയ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത്. ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. യൂടോക്ക് വേറെ കാലം സംസാരിക്കുന്നത്, യൂടോക്കിന് ഇവിടെ നമ്മളത് എന്തിനാ അത് പിന്നെ സംസാരിച്ചാൽ പോരെ. അത് യൂടോക്ക് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളൊക്കെ എത്രയോ പേർക്ക് ഇപ്പോൾ ആശ്രയമാടാ യൂടോക്ക്. 10-40 പേരിവിടെ ജോലി ചെയ്യുന്നു. ഇവരൊക്കെ കൃത്യമായിട്ട് പോകുന്നത് മതി.